നിന്റെ അമ്മയുടെ കയ്യിലുണ്ടല്ലോ അതിൻ്റെ കണക്ക്. നോട്ട് ദ പോയിന്റ്. കിട്ടിയില്ലേ പോയി മേടിച്ചോ. അത് പൊളിച്ചു. പടക്കം ബഷീർ അത് പൊളിച്ചു. വിജി ലെറ്റ്സ് ലീവ് ദാറ്റ് ടോപ്പിക്. യു എൻജോയ് യുവർ ലൈഫ് ഡിയർ. ഓക്കെ ആണല്ലേ അശ്വിച്ച് ചോദിക്കാൻ പോയേക്കാം. ഇപ്പൊ തപ്പിക്കൊണ്ട് നടക്കായിരിക്കും. ചേട്ടനോട് ചോദിച്ചോണ്ടിരിക്കും. എന്താ ഈ ചുണ്ട് എനിക്കത് കാണിച്ചു തരൂ. കാണാനില്ല ചേച്ചി അന്വേഷിക്കാൻ പോയി. കാണാനില്ല ഇവിടെ കമന്റിൽ. ചേച്ചി ഇപ്പം വരും കണ്ടു എന്നും പറഞ്ഞിട്ട്. അതായിരുന്നോ എന്ന് ചോദിച്ചിട്ട് കണ്ണട എടുത്ത് നോക്കാൻ പോയോ. കണ്ണട നോക്കി വെച്ച് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ആണ് ചിന്നുകുട്ടി നമുക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ചിന്നുല് മനസ്സിലായ അതെ ചേച്ചി വന്ന്. എങ്ങനെയുണ്ട് ചേച്ചി മനസ്സിലായോ? ചേച്ചി വന്നു. പറ്റും നല്ലോണം നോക്കണം. ചേച്ചി വന്നു മനസ്സിലായി. എന്താ ചേച്ചി വിജിയുടെ വന്നു. അയ്യേ എനിക്കങ്ങനെ വരുമൊന്നുമില്ല. കണ്ടോ എന്തായി ചേച്ചി മനസ്സിലായോ എന്താ ചുണ്ടെന്ന്? ചേച്ചിയുടെ ബ്ലാക്കാണോ? ചേച്ചി ചോദിച്ചോ അസിനോട് എന്താ ടോപ്പിക്ക്? ചുണ്ട് കിട്ടിയോ? എടാ സി മൈന തത്തമ്മയുടെ ചുണ്ടിന്റെ കളർ എന്താന്ന്. അപ്പൊ അശ്വതി ചേച്ചിക്ക് ചുണ്ട് എന്താന്ന് അറിയില്ല. അശ്വതി ചേച്ചി അസിനോട് ചോദിക്കാൻ പോയി. ഇപ്പൊ മനസ്സിലായി ചുണ്ട് എന്താന്ന്. എന്താ ചേച്ചി കളറ്? പിങ്കോ ബ്ലാക്കോ റെഡോ? അതോ പച്ചയോ? അത് ഇളം ചുവപ്പോ? കണ്ടിട്ട് ഏതാ പറ. റെഡ് തപ്പി നോക്കിയോ? ഭയങ്കര ചിരിപ്പിക്കല്ലേ. അയ്യോ ചേച്ചി ചോദിക്കാൻ പോയി. ചുണ്ട് അസു കൊണ്ടുപോയി അതാണ് ലേറ്റായത്. തത്തമ്മ പൂച്ച തത്തുമോളെ ഗോവിന്ദൻകുട്ടി എന്താ ചുണ്ടിനെ കാണുമെന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ നോക്കട്ടെ. നാളെ മൈനയും പറയണം. മൈനയുടെ തപ്പിട്ട് പറയണേ. ഓക്കെ എന്നാലും എൻ്റെ പിങ്ക് ഞാൻ നോക്കിയിനി. ഗോവിന്ദൻകുട്ടി നോക്കണേ. നോക്കിയിട്ട് ചേച്ചി പറയണം കേട്ടോ. അശോക് ചേച്ചി ഏതാ ചേച്ചി? ബ്ലാക്കോ വൈറ്റോ റെഡോ പച്ചയോ മഞ്ഞയോ ഏതാ? എൻ്റെ ചുണ്ട് റെഡിയാണ്. നീ കുഞ്ഞു മുഞ്ചിക്കോ. ശരി. കറുപ്പ് എന്നൊരു സാധനം ഉണ്ടോ എനിക്കറിയില്ല. തത്തമ്മ ചുണ്ട് ചുവന്നതാണോ? ചുവപ്പുണ്ടാവില്ലേ. ഇളമായിരിക്കും. ഇളം റോസ് ആയിരിക്കും. പൊളി. നമ്മുടെ ഈ ചുണ്ടിന്റെ ഈ കളറ് അതാ ആകും നല്ലത്. ഗോവിന്ദൻകുട്ടി ഓടല്ലേ അവിടെ നിക്ക്. കുട്ടി ഓടല്ലേ. സ്റ്റേ ബാക്ക്. ഗോവിന്ദൻകുട്ടി നോക്കണേ. ഗോവിന്ദൻകുട്ടിയുടെ ആവുമ്പം ഒരിതും റെഡ് ആയിരിക്കും. ഞാൻ ഊഹാഭാവം പറയാണ്. കാരണം എനിക്കറിയാലോ റെഡാണെന്ന്. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ഒരു ദിവസം നമ്മൾ തമ്മിൽ ഗോവിന്ദൻകുട്ടി എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ. എടാ ഇന്ന് നമ്മുടെ ജമാൻ എന്ത് പറ്റിയുടെ ജമ്മു ആൾക്കൂടി പോയോ പണ്ടാറം. ഭ്രാന്ത് പിടിക്കും. ആരെങ്കിലും ഒന്നാൾ പിണങ്ങിപ്പോവും. ബിജുക്കുട്ടി അരിക്കൊമ്പാ ഇന്ന് ജമാനെ കാണല. നമ്മൾ തമ്മിലുള്ളത് വിളിച്ച് പറയല്ലേ ചേച്ചി. പക്ഷെ അന്ന് ഗോവിന്ദൻകുട്ടി എന്നെ അവിടെ കിടത്തിയിട്ട് അല്ല മോളേന്ന് വിളിച്ചോണ്ട് മോളെ ഇന്ന് കണ്ടോട്ടെ എന്നിട്ട് ടോർച്ചടിച്ച് നോക്കിയത് ഓർമ്മയുണ്ടോ? മറക്കരുത്. എപ്പം വന്നു കഴിഞ്ഞ മുമ്പത്താഴ്ച. ഇന്ന് കുട്ടി ബിജിയെ പീഡിപ്പിക്കാൻ മാത്രമല്ല ചെയ്തത്. എന്നെ ഇങ്ങനെ നോക്കി കൺകുളിർക്കെ നോക്കി കൈ കൊണ്ടെടുത്തീനി. കൈ കൊണ്ടെടുത്തി. അതെ ഇങ്ങനെ നാക്കും കൊണ്ട് കയ്യിലെടുത്തീനി. അതെ ആശം കാണിക്കുന്നുണ്ടോ? ടിപ്പ് കാണിക്കുന്നുണ്ടോ? കോഡ് കാണിക്കുന്നുണ്ടോ?
അതുകൊണ്ട് എടുത്തു. ആ മൈന കണ്ട അശ്വതിച്ചി പുറത്ത് നാക്കിടുന്നണ്ട. ഇതാണ് കോഡാണത്, കോഡ്. ഗോവിന്ദൻ കുട്ടി ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. അന്ന് വാട്ടർ മിലൻ സ്റ്റാർ ഇച്ചൂസ്റ്റിൻ നമുക്ക് അന്ന് ഹോട്ടലിൽ അടുത്ത ഞായറാഴ്ച പോവാട്ടോ. ഞാൻ വരും. തനിക്കുട്ടി പ്ലീസ് കം. തനിക്കുട്ടിയോട് ചോദിച്ചോട്ടെ. തനിമോളെ ഒരു ഹായ് വിട്ടേ. തനിമോളെ ഒരു ഹായ് വിട്ടേ. തനിനോട് ചോദിച്ചോക്കാം. തനിമോളെ തനിമോളെ മാറോ ഷിബു ഷിബുസേ തനിമോളെ ഇങ്ങോട്ട് ഹായ് വിട്ടേ. ആ വിളിച്ച് പറയില്ലേ ചേച്ചി, എൻ്റെ ചേച്ചി കേക്ക്. തനിമോളോട് ചോദിക്കുക. തനിമോളെ ആശുപത്രിക്ക് ഒരു ഡൗട്ട്. എന്താണ് തത്തമ്മ ചുണ്ടെന്ന് ചോദിച്ചു. എന്താണ് ചുണ്ടെന്ന്? മൈന നമ്മുടെ ക്ലാസ് ടീച്ചർ വന്നു, ബയോളജി ടീച്ചർ പറഞ്ഞു പുറത്ത് നോക്കിയാൽ കാണില്ല, ഉള്ളിലോട്ട് കയറാൻ കാണൂല, പുറത്തേക്ക് കണ്ട കാണുമെന്ന്. അപ്പോൾ അശ്വിനിക്ക് മനസ്സിലായില്ല എന്താന്ന്. അശ്വിനിക്ക് പോയി ഹസ്സിനോട് ചോദിച്ചു. ഇപ്പം മനസ്സിലായി ചുണ്ട് എന്താന്ന്. ചുണ്ട് കണ്ടിട്ടുണ്ടാവോ? എൻ്റെ തനിക്കുട്ടിക്ക് അറിയാം എന്താ ചുണ്ടെന്ന്. അപ്പം ചേച്ചിയോട് ചോദിച്ചു എന്താ കളറെന്ന്. തനിമോൾക്ക് അറിയോ എന്താ ചുണ്ടെന്ന്? ഇല്ല. എൻ്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല. ചുണ്ടെന്താന്നറിയില്ല. എൻ്റെ തനിക്കുട്ടി തത്തമ്മ ആ ചുണ്ടല്ല. മൈന ചേച്ചിക്ക് എന്താണ് എന്തിനാ സുനി ഇനി പോയി പല്ലുണ്ടോ നോക്കാൻ ആരെങ്കിലും പറയും. അപ്പോൾ എന്നെ പോലെ തന്നെ ആശപ്പ ചേച്ചിക്കും അറിയില്ല, തനിക്കുട്ടിക്കും അറിയില്ല. എൻ്റെ തനിമോളെ ഇന്ന് ഹസ്സിനോട് പറയണം, ഇങ്ങനെ പറയണം. ചേട്ടായി ഈ ബീച്ചേച്ചി ചുണ്ട് ചുണ്ടുന്നത് എന്താന്ന് ചോദിക്കണം. ഇന്ന് നാളെ ആൻസർ പറഞ്ഞു തന്നെ. അത് തന്നെയാ ഉത്തരം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക് എന്തായിരിക്കും ഒന്ന്. തത്തമ്മയുടെ ചുണ്ട് പോലെ ഇരിക്കും. എൻ്റെ തനിക്കുട്ടി. ചിന്നുമോള് പോയോ നോക്കാൻ? എനിക്ക് ഹസ് പറഞ്ഞു തന്നു. പാവം തനിക്കുട്ടി. ഹസ് വീട്ടിലെത്തിയോ? നീ ആമി ഒന്നിച്ചു എന്നൂടെ തോക്കാൻ. കസ്റ്റമറും എത്തി ഇവിടെ. അപ്പൊ തത്തമ്മയുടെ ചുണ്ടിന്റെ കഥ ഇപ്പൊ പറയാം. ഇതൊരു വലിയൊരു കഥയായിരിക്കും. ഒക്കെ ഞാനിപ്പം വരാം. ഇതേപോലെ ഇതാ വന്നു. ഓക്കെ, ഒരു 10-20 മിനിറ്റ് പോരാം. അപ്പൊ ഈ കഥയും കൊണ്ട് ഞാൻ വരും. ചേച്ചി അവനൊന്ന് മെസ്സേജ് അയച്ചാൽ ഇപ്പം വരും കേട്ടാ. പോവല്ലേ, വരണം. നല്ല കഥയായിരിക്കും, സൂപ്പർ കഥയായിരിക്കും. ഞാൻ പറഞ്ഞു വരാം. എല്ലാവരും വരണം. ഇപ്പോൾ വരാം കേട്ടോ.